പുഞ്ചിരിമറ്റത്ത് ഇവിടെ ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഒരു വീടിൻ്റെ ടെറസിൻ്റെ മുകളിലാണ്. ഇത് എനിക്ക് തോന്നുന്നു ഉണ്ണി എന്ന് പറയുന്ന ഒരാളുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലാണ്. ഈ ഭാഗത്തേക്ക് 52 സംഘങ്ങളായിട്ടാണ് ഇപ്പോൾ ഫോഴ്സ് ഇറങ്ങിയിട്ടുള്ളത്. അതിൽ മിലിറ്ററി ഉണ്ട്, അതുപോലെ സ്പെഷ്യൽ കമാൻഡോ, കേരള പോലീസിൻ്റെ സ്പെഷ്യൽ കമാൻഡോ ടീമുണ്ട്, നാട്ടുകാരുണ്ട്, ഫയർഫോഴ്സിൻ്റെ ടീമുണ്ട്, ഫോറസ്റ്റിൻ്റെ ടീമുണ്ട്. അതിൽ ഓരോരുത്തർക്കും ഓരോ വീടിൻ്റെ ലൊക്കേഷനാണ് നിർണ്ണയിച്ച് നൽകിയിട്ടുള്ളത്. ആ ലൊക്കേഷനുകളിൽ തിരച്ചിൽ നടത്തുക, ആ വീട്ടിൽ ആളുകളുണ്ടോ എന്ന് പരിശോധിക്കുക എന്നുള്ളതാണ്. ഈ ഭാഗത്തേക്ക് ഇപ്പോൾ നാട്ടുകാർ അധികമായിട്ട് എത്തിയിട്ടില്ല. പുഞ്ചിരിമറ്റത്തെ ഏറ്റവും മുകളിലുള്ള ഭാഗമാണ് ഇത്. ഇപ്പോൾ ഈ കാണുന്ന വീട് എന്ന് പറയുന്നത് ഉണ്ണി എന്ന് പറയുന്ന ഒരാളുടെ വീടാണ്. ഞാനിപ്പോൾ ഈ നാട്ടുകാരിൽ ഒരാൾ ഇതിലെ കടന്നുപോയി. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഈ വീട്ടിൽ നിന്ന് ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്, മറ്റു ഭാഗങ്ങളിലേക്ക് ഓടിപ്പോയിട്ട്. ഇപ്പോൾ ഓരോരുത്തർക്കും അന്വേഷിച്ചിട്ടുള്ള ഈ പറയുന്ന ലൊക്കേഷനുകളാണ് ഇപ്പോൾ ഈ സംഘം തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് നിശ്ചയിക്കപ്പെട്ട ലൊക്കേഷനിലേക്ക് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ ലൊക്കേഷനിൽ ഇന്നിപ്പോൾ 52 വീടുകൾ പുഞ്ചിരിമറ്റത്ത് ഉണ്ട് എന്ന് പറയുന്നു. ആ വീടുകൾ മുഴുവൻ തെരച്ചിൽ നടത്തി അവിടെ ഒരാളും ഇനി ബാക്കിയില്ല എന്ന് ഉറപ്പിക്കുകയാണ് സൈന്യത്തിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട. ഇന്നത്തെ തെരച്ചിലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ഈ ഭാഗത്തുള്ള 52 വീടുകളിൽ ആൾതാമസം അല്ലെങ്കിൽ ഇതിനകത്ത് ആരും പെട്ടുകിടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയുള്ള തെരച്ചിൽ നടത്തുന്നുണ്ട്. അത് ആരുടെ ഫോട്ടോ ആണ്? ഓക്കെ, ഇവർ രക്ഷപ്പെട്ടതായിരിക്കാൻ സാധ്യതയുണ്ട് അല്ലേ? ഇത് ഈ വീട്ടിലെ ആളുകളുടെ ഫോട്ടോ ഇവിടെ നിന്ന് കണ്ടു കിട്ടുന്നുണ്ട്. ഇവർ രക്ഷപ്പെട്ടതാണോ അല്ലെങ്കിൽ ഒരു നിശ്ചയമില്ലാത്തൊരു ഫോട്ടോയാണ്. ഈ ഭാഗത്തൊരു വീടുണ്ടായിരുന്നു. ഇവിടെയാണോ നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെടുക? ഇതാണല്ലേ? ഓക്കെ, ഇവിടെ ഇപ്പോൾ ഒരു വീടുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇതൊരു തറയാണ്. ഇപ്പോൾ ഇതാണ് ഈ ദേവകി എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലേക്ക് നമുക്ക് കാണിക്കാം. തറഭാഗം മാത്രമാണ്. വീട് പൂർണ്ണമായിട്ടും ഒലിച്ചു പോയിട്ടുണ്ട്. ഇത് ദേവകി എന്ന് പറയുന്ന ആളുടെ വീടാണ്, ദേവകി. അപ്പോൾ അവരുടെ ഈ ഭാഗത്താണ് ഈ സംഘത്തിന്, ഇതിപ്പോൾ കേരള പോലീസിൻ്റെ സ്പെഷ്യൽ കമാൻഡോ ടീമാണ്, അവരാണിപ്പോൾ ഇവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ 52 സംഘങ്ങൾക്ക് ഓരോ ഭാഗത്തായി നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് മാത്രമാണ് അവർ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകിട്ടാകുമ്പോഴേക്കും ഇതിൽ ഇവിടെ മനുഷ്യവാസം എന്തെങ്കിലും തരത്തിൽ മനുഷ്യ സാന്നിധ്യമുണ്ടോ അല്ലെങ്കിൽ അവശിഷ്ടങ്ങളുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കും. ഒരു പരിക്കുമേൽക്കാത്ത വീടുകളും ഈ ഭാഗത്തുണ്ട് എന്നുള്ളതാണ്. കാരണം ഇത് ഏറ്റവും മുകളിലാണ്, ഇതിൻ്റെ ഉത്ഭവ കേന്ദ്രം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഭാഗത്താണ്. ഈ ഭാഗത്ത് പോലും പരിക്കേൽക്കാത്ത വീടുകൾ, അതായത് നാശനഷ്ടങ്ങൾ സംഭവിക്കാത്ത വീടുകളുണ്ട്. ഇവിടേക്കൊക്കെ കയറി നിന്ന് ആരെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്ന് ആരും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആരും സേഫില്ല എന്ന് പറഞ്ഞ് ഇവിടെ എഴുതി വെച്ച് ഫോൺ നമ്പർ കുറിച്ച് വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. അവിടെ ആരുമില്ല, സേഫാണ് എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ വീട്ടിൽ എല്ലാവരും രക്ഷപ്പെട്ടു എന്നുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തെരച്ചിൽ നടത്തിയ സംഘം അവിടെ എഴുതി വെച്ചിട്ടുള്ളതാണ്. ആ വീട്ടിൽ ആരുമില്ല, അവിടെ സേഫാണെന്നുള്ളത്. ഇതുപോലെ മറ്റു വീടുകളിലൊക്കെ ഇന്നലെയും മിനിയാന്നുമായി പരിശോധനകൾ നടന്നിട്ടുണ്ട്. ആ നടന്ന വീടുകളിൽ ഇന്ന് പരിശോധന നടക്കുന്നുണ്ടായിരിക്കില്ല. കാരണം പരിശോധന നടത്തിയ വീടുകളിൽ ഇതുപോലെ മിലിറ്ററിയും ഫോഴ്സും ഒക്കെ നാട്ടുകാരുമൊക്കെ അടയാളങ്ങൾ ഇട്ടിട്ടുണ്ട്. ആ ഭാഗത്ത് ഇനി വീണ്ടും തെരച്ചിൽ നടത്തുന്നുണ്ടായിരിക്കില്ല. ഇവിടെയുള്ളത് ഈ അവർ ഒഫീഷ്യലി നമ്മളോട് സംസാരിക്കില്ല എങ്കിൽ കൂടി അവർ തെരച്ചിൽ നടത്തുന്നുണ്ട്. അവർക്ക് കിട്ടുന്ന വിവരങ്ങൾ നമ്മളുമായി ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഭാഗത്തേക്ക് നടന്നു വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ വീടിൻ്റെ ഓരത്തൂടെയുള്ളൊരു വഴിയായിരിക്കണം ഇത്. ഈ വഴിഭാഗത്തൂടെ കടന്നു വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രഭവ കേന്ദ്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ചളിയാണ്. ഈ ഭാഗത്ത് നിന്നാണ്, ഇതിപ്പോൾ വീടിൻ്റെ മുകൾ ഭാഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഭാഗത്ത് നിന്ന് കുറച്ച് മുന്നോട്ട് പോയാലാണ് ഈ ഉരുൾപൊട്ടി വന്ന ഈ ചെളിയും മണ്ണും അതുപോലെ കല്ലുമൊക്കെ ഒലിച്ചു വന്ന ഭാഗം എന്ന് പറയുന്ന ഈ ഭാഗമാണ്. ഈ ഭാഗത്തൂടെ ആണിപ്പോൾ ഈ സംഘം തെരച്ചിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ ഇപ്പോൾ ഈ വീടിൻ്റെ മുകൾ ഭാഗത്തുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല. സ്വാഭാവികമായിട്ടും ആ ഭാഗത്തൊക്കെ ഇതിന് എന്തെങ്കിലും മനുഷ്യർ ഒലിച്ചു പോയിട്ടുണ്ട്. ഈ പുഞ്ചിരിമറ്റത്തെ തെരച്ചിലിനെ കുറിച്ച് നേരത്തെ ഒരു മിലിറ്ററി ഓഫീസർ പറഞ്ഞത് ഏറ്റവും ഫോഴ്സിൽ വന്ന് പതിക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇനി ആളുകൾ ഉണ്ടാവാനുള്ളൊരു സാധ്യത വളരെ കുറവാണ്. കാരണം ഒലിച്ചു പോകാനുള്ള സാധ്യതയാണ് കൂടുതലുമുള്ളത്. ഇത്രയും ഫോഴ്സിൽ വെള്ളം വന്ന് വീഴുമ്പോൾ, ഇത്രയും ഫോഴ്സിൽ കല്ലുകൾ വന്ന് വീഴുമ്പോൾ ഇവിടെ നിന്ന് സ്വാഭാവികമായിട്ടും ഒലിച്ചു പോകാനുള്ളൊരു സാധ്യതയാണ് കൂടുതലുമുള്ളത്. ഇപ്പോൾ ഈ ഭാഗത്തൊന്നും തന്നെ ഒരു മനുഷ്യ സാന്നിധ്യം ഉള്ളതായിട്ട് നമുക്കിപ്പോൾ കല്ലും മണ്ണും ഒക്കെ അടിഞ്ഞു കിടക്കുകയാണ്. ഈ ഭാഗത്ത് അങ്ങനെ ഇപ്പോൾ തെരച്ചിൽ നടത്താനുള്ള സംഘങ്ങളും അധികമായി ഇങ്ങോട്ട് എത്തിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഇതാണ് ഈ കാണുന്ന ഭാഗമാണ് ഏറ്റവും വലിയ പാറക്കല്ലുകളൊക്കെ വന്ന് അടിഞ്ഞു കിടക്കുന്ന ഭാഗം. അവിടെ വീടിൻ്റെ ഒരു പിറകുഭാഗം പൂർണ്ണമായിട്ടും ഒലിച്ചു പോയതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അവിടെയുള്ള
താഴേക്കുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ ആളുകൾ രക്ഷപ്പെട്ട ആളുകളും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇവിടെ ഇപ്പോൾ 52 സംഘങ്ങളായി തെരച്ചിൽ നടത്തുന്നു. ഇതിൻ്റെ പ്രഭവ കേന്ദ്രമാണ്. ഇതിന് മുകളിലേക്കുള്ള ഭാഗത്തേക്കും ഒരു സംഘം ആളുകൾ പോയിട്ടുണ്ട്. ഈ 52 സംഘത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. 52 വീടുകളാണ് ഇനി പരിശോധിക്കാനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ആ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ വീട് അവർ തിരയുന്നുണ്ട്. ഇവിടുന്ന് താഴേക്കുള്ള ദൃശ്യങ്ങൾ കാണാൻ പറ്റുവാണെങ്കിൽ ജിവേഷ്, താഴേക്കുള്ള ദൃശ്യങ്ങൾ കാണുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങേ അറ്റം വരെ തെരച്ചിൽ നടത്തുന്നത് കാണാൻ പറ്റും. അത് ഇപ്പോൾ ഈ ഭാഗത്ത് പുഞ്ചിരി മറ്റത്ത് ഏറ്റവും ഉയരത്തിൽ, അത് കഴിഞ്ഞ് താഴേക്കുള്ള ഭാഗങ്ങളിലൊക്കെ ഇതേ രീതിയിൽ ഫോഴ്സ് തെരച്ചിൽ നടത്തുന്നുണ്ട്. ഇവിടെയൊക്കെ വീടുകൾ ഉണ്ടായിരുന്നില്ല. ഈ ഭാഗത്തൊന്നും വീടുകൾ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അപ്പുറത്താണ് വീടുകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് മുകളിലൊക്കെ കല്ലുകൾ വന്ന് വീണിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ എന്തെങ്കിലും തരത്തിൽ ആളുകൾ കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്ന് മനുഷ്യസാധ്യമായ രീതിയിൽ എക്യുപ്മെൻറ്റ്സോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളോ ഉപയോഗിച്ചല്ല പരിശോധിക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റത്ത് പക്ഷേ ഇനി മൃതദേഹങ്ങൾ ഉണ്ടാകാൻ സാധ്യത, അവിടെ നിന്ന് ഒഴുകിപ്പോകാനാണ് സാധ്യത എന്ന് തന്നെയാണ് രഞ്ജിത്ത്. ആ ഭാഗത്തല്ലേ VS രഞ്ജിത്ത് നിൽക്കുന്ന ആ ഭാഗത്തിന്റെ താഴ്വാരം നോക്കൂ. അതിന്റെ ഒരു സ്ലോപ്പേ എത്ര വലിയ പാറയാണ് നോക്കൂ. ഇതൊക്കെ എങ്ങനെ മാറ്റി പരിശോധനയും നടക്കുന്ന കെട്ടിടത്തിന്റെ വലിപ്പമുണ്ട് ആ പാറയ്ക്ക്. അതൊരു കെട്ടിടത്തിന്റെ മുകളിൽ വീണാൽ അതിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെട്ടു പോവുക? അതിനടിയിൽ ഇതെങ്ങനെ മാറ്റും ഇനി ഈ പാറയൊക്കെ? എളുപ്പമല്ല. ആ പാറയ്ക്കടിയിലെ മണ്ണിൽ മനുഷ്യർ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ മാറ്റും എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ടിലൂടെ പ്രേക്ഷകർ കാണുന്നത്. പുഞ്ചിരി മട്ടത്ത് ഈ പ്രദേശത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായതിൻ്റെ പ്രഭവ കേന്ദ്രത്തിനടുത്തുള്ള പ്രദേശമാണ് പ്രേക്ഷകർ കാണുന്നത്. VS രഞ്ജിത്ത് നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഇവിടെയൊക്കെ തെരച്ചിൽ നടത്തി പോയെങ്കിലും ഈ മണ്ണിനിടയിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ടോ? സ്വാഭാവികമായും പെട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഒലിച്ചു പോയിട്ടുണ്ടാകാം. ഇതൊക്കെ അവിടെ നിന്ന് ഒഴുകി പോകാനാണ് സാധ്യത കൂടുതലെന്ന് അവിടുത്തെ ഒരു